ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. ഞാൻ ഇന്ന് ഈ പത്രസമ്മേളനം നടത്താൻ നിർബന്ധിക്കപ്പെട്ടത് ഒരു വല്ലാത്ത അവസ്ഥ, പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ടുള്ള ട്രാൻസ്ഫറിൻ്റെ ഭാഗമായി KSFയിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. KSFയിലെ ഓഫീസേഴ്സിൻ്റെയും അതുപോലെ തന്നെ സ്റ്റാഫിൻ്റെയും രണ്ട് സംഘടനകൾ, അത് ഒന്ന് സ്വതന്ത്ര സംഘടനയാണ്, മറ്റൊന്ന് CIT ആണ്. ഏതാണ്ട് 75% ജീവനക്കാരുടെ അംഗീകാരമുള്ളതാണ് ഈ രണ്ട് സംഘടനകൾ. ഞാൻ ഓഫീസേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്, ഉണ്ണികൃഷ്ണൻ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റുമാണ്. അപ്പോൾ ഭയാനകമായ രൂപത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് KSFയെ സംബന്ധിച്ച് നിങ്ങൾക്കൊക്കെ അറിയാം. കേരളത്തിൻ്റെ ഒരു അഭിമാന പൊതുമേഖല ധനകാര്യ സ്ഥാപനമാണ്. ഏതാണ്ട് 1 ലക്ഷം കോടി രൂപ ടേൺ ഓവറുള്ള സ്ഥാപനം. ഓരോ വർഷവും കേരള ഗവൺമെൻറ്റിന് ഏതാണ്ട് 70 കോടി രൂപ ഡിവിഡൻഡ്, ഗ്യാരണ്ടി കമ്മീഷൻ 165 കോടി, ട്രഷറി നിക്ഷേപം 10,979, കിഫ്ബിയെ സഹായിക്കാൻ വേണ്ടി കൊടുത്തത് 1,215, പെൻഷൻ ബോർഡിലേക്ക് കൊടുത്തത് 3,500 കോടി രൂപ. ഇതിൽ 40,000 കോടി രൂപ ജനങ്ങളുടെ FD നിക്ഷേപമാണ്. 10,000-ഓളം ജീവനക്കാരാണ്, പെർമനൻറ്റ് ഓഫീസേഴ്സും അതുപോലെ തന്നെ വർക്കേഴ്സും. പിന്നെ 5,000-ഓളം വരുന്ന താൽക്കാലിക ഏജൻറ്റുമാരും അപ്രൈസർമാരുമായിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥാപനം ശക്തിപ്പെട്ടതും നിലനിന്നു പോയതും ജനങ്ങളെ വിശ്വാസത്തിലെടുത്തു, ജീവനക്കാരെ വിശ്വാസത്തിലെടുത്തു. ഞാൻ 96 മുതൽ 2001 വരെയുള്ള കാലഘട്ടത്തിൽ KSFൻ്റെ ചെയർമാനായിരുന്നു. ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിലും പ്രതികാരത്തോടു കൂടിയിട്ടുള്ളൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ 420 മാനേജർമാരെ ട്രാൻസ്ഫർ ചെയ്തു. അതിൽ 200 ജീവനക്കാർ സിംഗിൾ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രൗണ്ടിൽ ട്രാൻസ്ഫറാണ്. ഇപ്പോൾ 931 അസിസ്റ്റൻറ്റ് മാനേജർമാരുടെ ഡ്രാഫ്റ്റും പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇതിൽ സാധാരണ നിലയിൽ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറില്ല. ഇപ്പോൾ SC/ST വിഭാഗത്തിന് പ്രത്യേക പരിഗണനയുണ്ട്, വനിതകൾക്ക് പരിഗണനയുണ്ട്. ഇവിടെ 70% വനിതകളാണ്. ആ വനിതകളായിട്ടുള്ള ആൾക്കാരെ അടക്കം നിർദാക്ഷിണ്യം സ്ഥലം മാറ്റുകയാണ്. കണ്ണൂരിലെ ആളെ കാസർഗോഡ്, കൊല്ലത്തിലെ ആൾ എറണാകുളത്ത്. അതായത് അസുഖം വന്ന് അച്ഛനും അമ്മയും ഓപ്പറേഷൻ നടത്തി വീട്ടിൽ കിടക്കുന്ന സമയത്ത് ആ വീടിനെ സംരക്ഷിക്കുന്ന ഒരു വനിതാ ജീവനക്കാരിയെ കരയിപ്പിച്ചുകൊണ്ടാണ് ട്രാൻസ്ഫർ ചെയ്തത്. ഒരു വനിത കുട്ടി മരണപ്പെട്ടു. ആ വേദനയിൽ നിന്ന് മാറുന്നതിന് മുമ്പാണ് ട്രാൻസ്ഫർ ചെയ്തത്. ഈ രൂപത്തിൽ തത്വദീക്ഷിത എന്ന് പറയുന്നത്, മര്യാദ എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത രൂപത്തിൽ ട്രാൻസ്ഫറാണ്. എന്നിട്ട് ഈ അഡ്മിനിസ്ട്രേറ്റീവ് സൗകര്യം എന്ന് വെച്ച് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്നതോ പൊള്ളച്ചിട്ടിക്ക് നേതൃത്വം കൊടുത്ത, റവന്യൂ റിക്കവറി അസാധ്യമാക്കിയ, റവന്യൂ റിക്കവറിയുടെ ഭാഗമായിട്ടുള്ള പ്രോപ്പർട്ടി അസസ്മെൻ്റ് എക്സോർബിറ്റൻ്റായി SS ചെയ്ത, ഒന്നിനും പറ്റാത്ത, കാലാകാലമായി KSFയുടെ ടാർഗറ്റ്, ബിസിനസ് ടാർഗറ്റ് പൂർത്തീകരിക്കുന്നതിന് സഹായിക്കാത്ത ആൾക്കാരെയാണ് ചെറിയൊരു വിഭാഗമേ ഉള്ളത് ഹെഡ് ഓഫീസിലേക്കും റീജിയണൽ ഓഫീസിലേക്കും കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ റവന്യൂ റിക്കവറി അതിശക്തമായി പാലക്കാട് ജില്ലയിൽ നടത്തിയ ഒരാളാണ് ഉണ്ണികൃഷ്ണൻ. നേരെ മലപ്പുറത്തേക്കാണ് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ
ഈ ഒന്ന് രണ്ട് കാര്യം ഞാൻ പറയാം. ഈ കവിത SCയിൽപ്പെട്ടതാണ്. അതാണ് ഞാൻ കുട്ടി മരണപ്പെട്ട കുറച്ച് ദിവസമായിട്ടുള്ളൂ. കൊല്ലത്ത് നിന്ന് ഏറ്റുമാനൂരേക്ക് വൈക്കത്തേക്ക് കോട്ടയം ജില്ലയിൽ 163 കിലോമീറ്റർ ഉണ്ട്. വിരമിക്കാൻ ഒരു വർഷമേ ഉള്ളൂ പ്രീത എന്ന് പറയുന്ന മാനേജർക്ക്. അവരെ മണക്കാട്ടിൽ നിന്ന് ആര്യനാടിലേക്ക്, ഇപ്പോൾ ഡ്രാഫ്റ്റാണ് ഞാൻ പറയുന്നത്, ആര്യനാടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് ഇപ്പോൾ ഡ്രാഫ്റ്റ് ഇട്ടിട്ടുള്ളത്. ദീപാ രാമകൃഷ്ണൻ എന്ന് പറയുന്നത് ബ്രെയിൻ ട്യൂമറായി സർജറി കഴിഞ്ഞ് വിശ്രമത്തിലാണ്. കോതമംഗലത്ത് നിന്ന് പോത്തൻകോടിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ ഡ്രാഫ്റ്റ് ഇട്ടിട്ടുള്ളത്. ഇത് ഈ ഡ്രാഫ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. അതൊന്നും പരിഗണിക്കാൻ പോകുന്നില്ല. കാരണം ഇതൊക്കെ ബാഹ്യശക്തികളാണ് ഇടപെടുന്നത്. കൈക്കൂലിയാണ് ചോദിക്കുന്നത്. എന്താ? രണ്ട് കാര്യമാണ്. ഒന്നുകിൽ നിങ്ങൾ യൂണിയൻ മാറുക, അല്ലെങ്കിൽ പണം തരിക, എന്നാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ തരാം. ഈ രൂപത്തിൽ ഇന്നേ വരെ കേട്ടുകേൾവി പോലുമില്ലാത്ത ട്രാൻസ്ഫർ. ഇപ്പോൾ കഴിഞ്ഞ 10 കൊല്ലം ഞാൻ ഈ യൂണിയൻ്റെ തന്നെ, ഈ അസോസിയേഷൻ്റെ തന്നെ പ്രസിഡൻ്റാണ്. ഏതെങ്കിലും ഒരാക്ഷേപം എൻ്റെ എതിർ സംഘടനക്കെതിരായി ഇന്നേ വരെ ഇല്ല. ഒരാളും ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. കാരണം അവരാരെയും ഞങ്ങൾ ഭരണത്തിൻ്റെ സ്വാധീനത്തിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. ഇവിടെ ട്രാൻസ്ഫർ സുതാര്യമാക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ETS, എംപ്ലോയീസ് ട്രാൻസ്ഫർ സൊല്യൂഷൻസ്. ഒരു സോഫ്റ്റ്വെയറാണ്. അർഹതപ്പെട്ടവർക്ക് കിട്ടും, മാനദണ്ഡം അനുസരിച്ചിട്ട് കിട്ടും, സീനിയോറിറ്റി അനുസരിച്ചിട്ട് കിട്ടും. അർഹതപ്പെട്ട ചില പ്രത്യേക വിഭാഗങ്ങൾ, വികലാംഗർ അടക്കമുള്ളവർക്ക് നോംസ് പ്രകാരം കിട്ടും. കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്തിട്ടാണ് ഈ സോഫ്റ്റ്വെയർ രൂപപ്പെടുത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ 5 വർഷവും ട്രാൻസ്ഫർ നടന്നത്. ഒരാക്ഷേപം എതിർ സംഘടനകൾക്കുണ്ടായിരുന്നില്ല. ഓരോ കൊല്ലവും ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്തുകൊണ്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 70% വരുന്ന ജീവനക്കാർ സ്ത്രീകളാണ്. അതായത് നേരത്തെ സൂചിപ്പിച്ചത്. ഗവൺമെൻറ് മാറുന്നതിന് മുമ്പ് ഓൺലൈൻ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപേക്ഷ ക്ഷണിച്ചു. അപ്പോൾ ഗവൺമെൻറ് പോയി. ഉടനെ ഈ ഗവൺമെൻറ് വന്നു. എഴുതി കൊടുക്കുകയാണ് യൂണിയൻ്റെ നേതാക്കന്മാർ. അതിനനുസരിച്ചിട്ട് ഒരു MD, ആ MD എന്ന് പറഞ്ഞാൽ LDF വെച്ച MDയാണ്. ഇങ്ങനെ ഓന്തിനെ പോലെ നിറം മാറുന്ന ഒരു സാധനത്തെ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല. എന്തിനാണ് അയാളിങ്ങനെ ഓന്തിനെ പോലെ നിറം മാറിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒരിക്കൽ ഞാൻ സൂചിപ്പിച്ചു, നിങ്ങൾ എന്താണ് അവിടെ നടക്കുന്നത് എന്ന് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല, ശ്രദ്ധിക്കണം. എനിക്ക് ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ് മാത്രമേ പ്രശ്നമുള്ളൂ. കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലും ഇന്നയാളെ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഒരാളോടും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളൊരു ശീലം എനിക്കില്ല. ഞാൻ KSFയുടെ ചെയർമാനായിരിക്കുന്ന സമയത്തും ഒരു ട്രാൻസ്ഫറും ഞാൻ ഇടപെട്ടിട്ടില്ല. നോംസ് പ്രകാരം മാത്രമേ നടത്തിയിട്ടുള്ളൂ. അപ്പോൾ ഈ സ്ഥാപനം, ഈ 1 ലക്ഷം കോടി രൂപ ടേൺ ഓവറുള്ള സ്ഥാപനം നാളെ മറ്റന്നാൾ വിശ്വാസ്യത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 70 ലക്ഷം ഗുണഭോക്താക്കളാണുള്ളത്. അതിൽ ഭൂരിപക്ഷവും ചിറ്റി വരിക്കാറാണ്. 46,000 കോടി രൂപ അവരുടെ നിക്ഷേപമുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്? എന്ത് അപകടമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്? ഈ ദല്ലാളുമാർക്ക് ഇത് മനസ്സിലാവില്ല. കൈക്കൂലിക്ക് വേണ്ടി ചോദിക്കുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവില്ല. ഈ സ്ഥാപനം നശിക്കാൻ പോവുകയാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഗവൺമെൻറ്റിന് നിരവധി തവണ ചെറിയ ചെറിയ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട്, മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 18-ാം തീയതി ഞങ്ങൾ സംയുക്തമായി ഓഫീസേഴ്സ് യൂണിയനും സ്റ്റാഫും കൂടി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഒരു ധർണ നടത്തുകയാണ്. അതിനുശേഷം ഹെഡ് ഓഫീസിൻ്റെ മുമ്പിൽ അതിശക്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്നിട്ടും കേൾക്കുന്നില്ലെങ്കിൽ അനിശ്ചിത കാലത്തേക്ക് ഈ സ്ഥാപനം അടച്ചുപൂട്ടാൻ നിർബന്ധിക്കപ്പെടും.